പാടാത്തൊരാത്തേനോരിടും വിശലായി. ഹലോ എവരിവൺ ആൻഡ് ദിയ. അപ്പോൾ ഇന്ത്യ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് വ്ലോഗ് ആക്കാമെന്ന് വിചാരിച്ചു ഇന്നത്തെ വീഡിയോ. അപ്പോൾ കുറച്ച് കാലമായി നമ്മൾ വീഡിയോസൊക്കെ ആയിട്ട് വന്നിട്ട്, കാരണം എൻ്റെ മടിയാണ്. അപ്പം നമ്മൾ ഫെബ്രുവരി അതിൻ്റെ ശേഷം വീഡിയോസേ ഇട്ടിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ലൈക്ക് അടിക്കാതെ എന്നും വീഡിയോ എടുക്കണം എന്നൊക്കെ ഉണ്ട്. ഇപ്പോൾ 2-3 ദിവസമായി ഞാൻ ഭയങ്കര മടിയെത്തിയാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് വീഡിയോ എടുക്കണം. പിന്നെ പ്രത്യേകിച്ച് എനിക്കങ്ങനെ കണ്ടൻറ് ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ മെയിനായിട്ട് വീഡിയോ ആയിട്ട് വരാം. ഞായറാഴ്ചയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ഈവനിങ് വ്ലോഗാണ്. പിന്നെ നാളെ സ്കൂളിലുണ്ട്, അതിൻ്റെ പ്രിപ്പറേഷൻസും അങ്ങനെ ഓരോന്നൊക്കെ. അപ്പോൾ അതാ ഇപ്പോൾ സമയം 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാ നല്ല കുട്ടിയായിട്ട് മുടിയൊക്കെ വാർന്നു വന്നു. അങ്ങനെ പിന്നെ ഞാൻ കൊലായിക്ക് പോയപ്പോൾ ടോമി അവിടെ നല്ല ഉറക്കത്തിലാണ്. വലിയ ഉറക്കമൊന്നുമില്ല, പക്ഷെ നല്ല ക്യൂട്ട്നെസ് ആയിട്ടുള്ള ഉറക്കമാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ പൂച്ചകളൊക്കെ ഇങ്ങനെ ഉറങ്ങുമ്പോൾ തന്നെ കാണാൻ എന്ത് ഭംഗിയാൽ. ഈ മനുഷ്യന്മാരൊക്കെ അങ്ങനെ പിന്നെ അതിനെ ഞാൻ മടി കയറ്റി വെച്ചു. എനിക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ കിട്ടി പിന്നെ വെറുപ്പിക്കുക എന്നുള്ളൊരു സ്വഭാവമായതുകൊണ്ട് അതിനെ വെറുപ്പിക്കാൻ വേണ്ടി കയറ്റി. അതും നല്ലപോലെ മടിയിലിരുന്നു കേട്ടോ. ആളെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പണ്ട് ഞങ്ങൾക്ക് ബൂബുവൊക്കെ വരുന്നതിന് മുമ്പ് ടോമി ഒരു സ്റ്റാറായിരുന്നു. പിന്നെ അങ്ങനെ ബൂബു വന്നപ്പോൾ പിന്നെ ബൂബുവിനായിരുന്നു. പിന്നെ പൂച്ചകളോടെ ഒരു ഇത് എനിക്ക് വിട്ടിട്ടുണ്ട്. ലിയ നല്ല ഉറക്കിലേനി. അങ്ങനെ പിന്നെ ഉറക്കത്തിൽ നിന്ന് നീപ്പിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇനി ചായയൊക്കെ കുടിക്കണം. പിന്നെ ഉച്ചയ്ക്ക് ഉറങ്ങിയ ഉറക്കത്തെ രാത്രി വരെ പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പിന്നെ അവളെ നീപ്പിച്ചിട്ടുണ്ട്. ഞാൻ ചായ കുടിക്കൂല, അതുകൊണ്ട് പച്ചവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കേക്കാണ് ഇന്ന് ചായക്ക്. അപ്പം ലിയ അതാ അങ്ങനെ വെയിറ്റിംഗ് ആണ്. അതെന്തോ ഉറക്കപ്പിച്ചയിലാണ് നിൽക്കുന്നത്. അങ്ങനെ പിന്നെ ഞാനൊരു കേക്ക് കൊടുത്ത് എൻ്റെ പച്ചവെള്ളം കൊടുത്ത് നേരെ കൊലായിക്ക് വന്ന്. ഞങ്ങൾ കൊലായിൽ കസാര ഉണ്ടെങ്കിലും കസാരയിൽ ഇരിക്കൂല ഈ ചായക്ക് കുടിക്കാൻ നേരത്ത്. ഞങ്ങൾ അധികം സ്റ്റെപ്പുമ്മലായിരിക്കാം. ഞാൻ അധികം സ്റ്റെപ്പുമ്മൽ ഇങ്ങനെ എവിടെയെങ്കിലും ചാരി ഇരുന്ന് ഇങ്ങനെ ചായ കുടിക്കും. ഞാൻ ചായ എല്ലാം കുടിക്കണ വെള്ളമാണ് കുടിക്കണത്. അങ്ങനെ പിന്നെ കേക്കും കഴിക്കുകയാണ്. നമ്മളിപ്പോൾ കുറേ ആയി വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട്. ഇനി നമ്മൾ തുടരെ മീൻസ് ദിവസേന വീഡിയോസ് ഇടൂല, എന്നാലും 2 ദിവസം കൂടുമ്പോൾ വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ അതാ സ്കൂളിലൊക്കെ എക്സാം ആവാനായിട്ടുണ്ട് അല്ലേ. ഈ മാസം നമുക്ക് സ്കൂളിലെ എക്സാമാണ്. അപ്പോൾ അതാ പൂച്ചാൾ ഇത് അവിടെ കേക്കിൻ്റെ കവറ് നക്കി തോത്തി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലിയ ഇതാ ഇവിടെ ചായ കുടിക്കുകയാണ്. ലിയനെ വീഡിയോ എടുക്കാൻ ലിയ സമ്മതിക്കണില്ല. ഞാൻ കുറേ എടുക്കും എന്ന് പറയാൻ ഇന്ന് ചൂടാവും. അങ്ങനെ പിന്നെ ഞാൻ വെറുതെ ഇങ്ങനെ വീഡിയോ എടുത്ത് കാണിച്ചിട്ട് ആഡ് ചെയ്യണ്ട, ഓളിങ് കാണിക്കണമല്ലോ. പിന്നെ ഒരു കാര്യം പറയാം, നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ എൻ്റെ പേര് ഫാത്തിമ ദിയ. ഞാൻ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ലൈഫ് സ്റ്റൈൽ വ്ലോഗ് അങ്ങനത്തെ വ്ലോഗാണ് നമ്മുടെ ചാനലിൽ ഉണ്ടാവുക. പിന്നെ മേക്കപ്പ് അതേപോലെ തന്നെ ആർട്ട് അങ്ങനെ ബ്യൂട്ടി ഐറ്റംസും നമ്മുടെ ചാനലിൽ വിടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടമായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനലിൽ അടിപൊളിയായിട്ടുള്ള കുറേ വീഡിയോസ് ഉണ്ട്, നിങ്ങൾ കണ്ടോളൂ കാണാം. അപ്പോൾ അതാ നാളെ സ്കൂളിൽ തന്നെ ഇന്നാണ് ഞാൻ യൂണിഫോം പഠിക്കാൻ പോകുന്നത്. എനിക്ക് ഉണ്ടെങ്കിലും ഞാൻ യൂണിഫോം തിരുമ്പല് ഞായറാഴ്ചയാണ്. അങ്ങനെ തിരുമ്പി കൊണ്ടുവന്നിട്ടുണ്ട്. ലിയ അവിടെ ഇരുന്ന് പഠിക്കാൻ പോവാണ്. വ്യത്യാസമുണ്ട്. ലിയൻ്റെ പഠിക്കുന്ന ലിയ പഠിക്കാൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് മീൻസ് ബുക്കും സാധനങ്ങളൊക്കെയാണ്. കുറേ ബുക്ക് ഉണ്ടല്ലേ ലിയേ. സ്കെയില് എന്താ സ്കെയിലുണ്ടെന്നോ? ഒന്നുകൂടി പറഞ്ഞ സ്കെയിലെന്ന് അവിടൊക്കെ ആയില്ലേ പറയും. സ്കെയിലുണ്ട്. അതേപോലെ ഒന്നുകൂടി പറയാമോ? സ്കെയിൽ ആയില്ല ഒന്നുകൂടി സ്കെയില് സ്കെയില്. പിന്നെന്താ ഉള്ളേ? ബുക്ക് പെന്ന് പറഞ്ഞ ബുക്ക് നേരത്തെ പറഞ്ഞ ഞാൻ കേട്ടണ്. ബുക്കിനെന്താ പറയാ? നേരത്തെ പറഞ്ഞടാ, ഞാൻ എൻ്റെ വീഡിയോയിൽ പെട്ടണ്. കാശ് ഞാൻ നിങ്ങൾക്കത് കേൾപ്പിച്ചു തരാം. ലിയ നേരത്തെ ബുക്ക് പെന്നെന്ന് പറഞ്ഞതാണ്. വാതിലിൽ കാതോർത്തു നീ നിന്നില്ലേ, പാതയിൽ പാടാത്തൊരാത്തേനോരിടും വിശലായി ഞാൻ. നിങ്ങളാരും എന്നെ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവല്ലേ. അപ്പോൾ ഗൈസ്, സൂര്യനിക്കഥ അസ്തമിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഏതായാലും പഠിക്കാനൊക്കെ ഉണ്ട്. എക്സാം എത്താറായി. ഈ മാസം അവസാനമാണ് എക്സാം. 15-ാം തീയതി ഞങ്ങൾ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്കൂളത്തെ എക്സാം ഇതേപോലെ ഈ മാസം അവസാനമൊക്കെ ആയിട്ടാണ്.
അപ്പം എക്സാമുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എക്സാമാണ് വരുന്നതെന്നുള്ളൊരു ബോധമൊന്നും വരുന്നില്ല, എന്തുകൊണ്ടാണ് അറിയില്ല. ഇനി ഏതായാലും ഈ 9ാം ക്ലാസ് ഇക്കൊല്ലം കഴിയും. അപ്പോൾ ഇനി 10ാം ക്ലാസ് എങ്ങനെയെങ്കിലുമൊക്കെ 10ാം ക്ലാസ് എങ്ങനെയെങ്കിലുമൊക്കെ പഠിച്ച് സെറ്റാക്കണം. 10ാം ക്ലാസ്സിന് ഏതായാലും പാസ്സാവാനുള്ളതും ഒക്കെ ഒന്ന് സെറ്റാക്കണം. അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ മദ്രസ ഒന്ന് കാര്യമായിട്ട് എടുക്കാൻ ഏതായാലും മടിയാണ്. അപ്പോൾ നാളത്തേക്കുള്ള ഹോംവർക്കെങ്കിലും ഒന്ന് എഴുതാൻ വിചാരിച്ച് മേലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ മേലെയാണ് എൻ്റെ ബുക്കും സാധനങ്ങളൊക്കെ ഉള്ളത്. മീൻസ് എൻ്റെ സ്റ്റഡി ഏരിയ മേലെയാണുള്ളത്. അപ്പോൾ അവിടേക്ക് വന്നിക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടെ ഒരു പ്ലാനറൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും നോക്കലും കൂടി ഇല്ല. അങ്ങനത്തെ പിന്നെ നമ്മളെ ബുള്ളറ്റ് ജേണലാണ്. അപ്പോൾ ഫെബ്രുവരിക്കത്തത് എന്നോട് ചെയ്തിട്ടുള്ള വീഡിയോ ചാനലിടാൻ പറഞ്ഞു. ഞാൻ എടുക്കാൻ വിചാരിച്ചത് പിന്നെ ഞാൻ ചെയ്തപ്പോൾ കുറച്ച് നേരം വെക്കി. അപ്പോൾ പിന്നെ ഇപ്പോൾ വിട്ടിട്ട് കാര്യമില്ല. ഫെബ്രുവരി ആയതിൻ്റെ ശേഷമാണ് ഞാൻ ഈ ഫെബ്രുവരിത്തെ പ്ലാനർ ചെയ്തെടുക്കണേ. അപ്പോൾ അതെനിക്ക് വിടാൻ ഏതായാലും നേരം വയ്ക്കില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ചെയ്യുന്ന വീഡിയോ എടുത്തില്ല. അപ്പോൾ ആ ഫെബ്രുവരിത്തെ ഞാനൊരു ഫ്ലോറൽ ടൈപ്പാണ് അതിൻ്റെ കവർ പേജ് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു പേർപ്പിൾ വയലറ്റ് കളറിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം പഴയ ജനുവരിത്തെ അതേപോലെ തന്നെയാണ്. പ്രത്യേകിച്ച് അങ്ങനെ ചേഞ്ച് ഒന്നും വരുത്തിയിട്ടില്ല. ജനുവരിത്തെ ചെയ്യുന്ന വീഡിയോ നമ്മുടെ ചാനലുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഫെബ്രുവരി ആക്കി കൊടുത്താൽ മതി, അല്ലാതെ വേറെ ചേഞ്ചുകളൊന്നുമില്ല. അപ്പം ഞാനൊക്കെ അതൊന്ന് ഫില്ല് ചെയ്യാണ്. എൻ്റെ പ്ലാനറും നാളെ എന്തൊക്കെ ചെയ്യണം, നാളെ എന്തൊക്കെ ചെയ്യണം, അങ്ങനെ ഓരോന്നൊക്കെ ഞാൻ പ്ലാൻ ചെയ്യാണ്. പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം എന്തൊക്കെ കംപ്ലീറ്റ് ചെയ്തു, ഇന്നത്തെ മൂഡ് എങ്ങനെയാണ്, അതൊക്കെ ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നാളത്തേക്കുള്ള ടൈം ടേബിൾ ഞാൻ നോക്കി വെക്കുകയാണ്. സ്കൂൾ നാളെ മദ്രസ ഇല്ല. അപ്പം പൊതുപരീക്ഷ ആയതുകൊണ്ട് നമുക്ക് മദ്രസ ഇല്ല. ഞാൻ പൊതുപരീക്ഷയല്ല, ഞാൻ 9ാം ക്ലാസ്സിലാണല്ലോ. അപ്പോൾ പൊതുപരീക്ഷയാണ് നമുക്ക് മദ്രസയില്ല. അതുകൊണ്ട് പിന്നെ സ്കൂളത്ത് മാത്രം മതി. അപ്പം ഞാനിപ്പോൾ വരാം ഗൈസ്. ഞാനിപ്പോൾ രാത്രി ബൈക്ക് ഓടിക്കാൻ പഠിക്കാൻ പോലുണ്ട്. മീൻസ് അങ്ങനെയൊന്നുമില്ല, എൻ്റെ അപ്പൻ്റെ വയറ്റിലെങ്ങനെ രാത്രി ഒന്ന് ചുറ്റിക്കറങ്ങും. ഞാൻ ബൈക്ക് ഓടിക്കും. എനിക്ക് പക്ഷേ ബൈക്ക് ഓടിക്കാൻ പഠിപ്പിച്ച് തരാറുണ്ട്. ഒരു സ്കൂട്ടി കൂടി ഓട്ടാൻ എനിക്കറിയില്ല. ഞാൻ എൻ്റെ അപ്പനോട് പറഞ്ഞു നമുക്ക് ആദ്യം സ്പ്ലെൻഡർ തന്നെ പഠിക്കാറുണ്ട്. അങ്ങനെ പിന്നെ സ്പ്ലെൻഡർ ഓട്ടി പഠിക്കാൻ വേണ്ടി പോയി വന്നു. അപ്പം നമുക്ക് മാത്സിൽ കുറച്ച് എഴുതാനുണ്ട്. വേറെ വിഷയങ്ങളൊന്നും അങ്ങനെ എഴുതാനില്ല. പിന്നെ ഞാൻ മാക്സിമം ബുക്ക് കുറച്ചിട്ടാണ് സ്കൂളിൽ കൊണ്ടുപോകുക. ടെക്സ്റ്റ് ബുക്കൊക്കെ എല്ലാ വിഷയവും കൊണ്ടുപോകും കേട്ടോ. വേണ്ടതൊക്കെ വരും എന്ന് ഉറപ്പുള്ളതും അങ്ങനത്തെ ഒക്കെ കൊണ്ടുപോകും. ടെക്സ്റ്റ് ബുക്ക് എല്ലാ വിഷയത്തിനും കൊണ്ടുപോകും. നോട്ട്ബുക്ക് വേണ്ടത് മാത്രമേ ഞാൻ എടുക്കലുള്ളൂ. അങ്ങനെ പിന്നെ പ്രത്യേകിച്ച് എഴുതാനൊന്നുമില്ല. ഇനി പിന്നെ ഞാൻ TV-യിൽ ഒരു ഡ്രാമ ഇട്ടിട്ടുണ്ട്. അതായത് ഒരു തായ് ഡ്രാമ ഏതുമാണ്. ഇനി പേര് ഏതാ ചോദിക്കുകയാണെങ്കിൽ സെക്ഷൻ E ആണ്. സംഭവം അടിപൊളിയാണ്, എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്നോട് ആരും ചോദിച്ചു ഡ്രാമ ഒക്കെ കാണാറുണ്ടോയെന്ന്. അങ്ങനെയാണ് പിന്നെ ഞാൻ TV-യിലൊക്കെ കാണൽ തുടങ്ങിയത്. സംഭവം അടിപൊളിയാണ്, നിങ്ങളൊക്കെ കണ്ടു നോക്കുക. അപ്പോൾ ഇന്നത്തെ ഡിന്നർ പറഞ്ഞാൽ കുറച്ച് വെറൈറ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സംഭവമാണ് പൂളിയും മത്തിയാണ് എല്ലാവർക്കും ഭയങ്കര മാച്ചായി ഇഷ്ടമുള്ള കാര്യം. ഞങ്ങൾക്ക് ഇന്ന് പൂളയും അയിലക്കറിയായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഒക്കെ. അങ്ങനെ ഞാൻ പിന്നെ ഫുഡൊക്കെ കഴിച്ചു. ഇനി നമുക്ക് ചെറുതായിട്ടൊരു ഫേസ് പാക്ക് ഇടാം. അതുകൊണ്ട് ഫേസ് പാക്ക് ഇട്ടാണ്ട് പിന്നെ TV കാണാമല്ലോ. അപ്പം ഇതെന്താണെന്ന് ചോദിച്ചാൽ ഒരു പച്ചവെള്ളം മാതിരി ആയിരുന്നു സത്യം പറഞ്ഞാൽ. ഇത് നമ്മളെ മറ്റെന്തോ കടലമാവ് എന്തോ ആണ്. ഇത് മൈദ തേക്കുക. എങ്ങനെയായാലും പച്ചവെള്ളം പോലെ ആയിട്ടുണ്ട്. ഒരു സ്ക്രബ്ബറായിട്ട് യൂസ് ചെയ്യാം. ഫേസ് പാക്ക് എന്നൊന്നും പറയല്ലേ. പിന്നെ മുഖത്ത് വെച്ച് ഉണക്കുമ്പോൾ ഒരു പാക്ക് എന്നൊക്കെ പറയാം. അതുകൊണ്ട് അത് ഞാൻ പിന്നെ തട്ടിക്കൂട്ടി ഇട്ട് കൊടുക്കുകയാണ്. സത്യം പറഞ്ഞാൽ എന്തോ ഒരു മറ്റേ ദോശമാവ് പോലെ വെള്ളം, അതിനും കാട്ടി വെള്ളമായിട്ടുണ്ട്. ദോശമാവ് കട്ടി ഉണ്ടാവില്ലല്ലേ. അങ്ങനെ പിന്നെ അതൊക്കെ തേച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ലിപ് സ്ക്രബ്ബറാണ് ഈ കാണുന്നത്. ഇത് ഞാൻ നിങ്ങളോട് ഏതോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് അത്യാവശ്യം ഉണ്ടാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വെക്കലാണ്. അപ്പോൾ ആ സാധനം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തപ്പോൾ കട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്യാണ്. അതിലെന്തൊക്കെയാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ പഞ്ചസാര, അതേപോലെ തന്നെ തേന്, അതുപോലെ കോക്കനട്ട് ഓയിൽ, പിന്നെ ചെറുനാരങ്ങ നീര്, ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു മിക്സ്ചറാണ് ഈ കാണുന്നത്. അപ്പോൾ അത് ഞാൻ ചുണ്ടിലിട്ട് സ്ക്രബ് ചെയ്യാണ്. കരയായിട്ടൊന്നും സ്ക്രബ് ചെയ്യാൻ കഴിയണില്ല. കാരണം വെച്ചാൽ പഞ്ചസാരൻ്റെ തരികൾ കുറച്ച് വലിപ്പം കൂടുതലാണല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇതാക്കി. പിന്നെ ഡെയിലി സ്ക്രബ് ചെയ്യാൻ പാടില്ല സത്യം പറഞ്ഞാൽ. അവന് പിന്നെ അതൊന്നും ചെയ്യാത്തതുകൊണ്ട് അത് ചുണ്ടിൽ തേച്ച് അങ്ങനെ പിന്നെ ഞാൻ TV കണ്ട് നേരം പോക്കി. പിന്നെയാണ് എനിക്ക് ഓർമ്മ വീഡിയോ എടുക്കാണ്ടല്ലോ. അപ്പോൾ രാത്രി കിടന്നുറങ്ങണീൻ്റെ മുന്നേ ചെറിയൊരു സ്കിൻ കെയർ ആണ്. ഇതെൻ്റെ എല്ലാ വ്ളോഗിലും കാണും. പിന്നെ സ്കിൻ കെയർ റൂട്ടീനായിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്തിയ ഒരു സ്കിൻ കെയർ റൂട്ടീനാണ് എൻ്റെ നൈറ്റ് സ്കിൻ കെയർ റൂട്ടീൻ. ഒരു ലാക്ടോകാലമൈൻ്റെ ലോഷനാണ്. എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് ഓയിലി സ്കിന്നുള്ള ഒരു ലോഷനാണ്. അപ്പോൾ അത് ഞാൻ തേക്കാണ്. ഇത് തേച്ചാൽ എന്താ വെച്ചാൽ നമുക്ക് പിമ്പിൾസൊക്കെ അങ്ങനെ കൂടുതലായിട്ട് വരില്ല. അപ്പോൾ അതൊക്കെ തേച്ചു. പിന്നെ എൻ്റെ ഡീകൺസ്ട്രക്റ്റിൻ്റെ ലിപ് ബാം ഇട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഇനി ഞാൻ പോയി കിടന്നുറങ്ങട്ടെ. ബൈ.